നമ്മുടെ തലച്ചോറിനെ നശിപ്പിക്കുന്ന 5 പ്രധാന കാര്യങ്ങൾ, നമ്മൾ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ സംഭവിക്കുന്ന 5 പ്രധാന ശീലങ്ങൾ നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യത്തെ ഗുരുതരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെയുള്ള മൊബൈൽ ഫോണിൻ്റെ അമിതമായിട്ട് ഉപയോഗമാണ്. മൊബൈൽ ഫോൺ അമിതമായിട്ട് ഉപയോഗിക്കുന്ന കൂടുതൽ ഗുരുതരമായിട്ട് കണ്ടുവരുന്നത് കുട്ടികളിലാണ്. അതുപോലെ തന്നെ മുതിർന്നവരിലും അത് കണ്ടുവരുന്നുണ്ട്. കാരണം തുടർച്ചയായിക്കൊണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരിൽ ഗ്രേ മാറ്ററിൻ്റെ വോളിയം തിക്നെസ് കുറഞ്ഞു വരുന്നതായിട്ട് പുതിയ റിസർച്ച് പറയുന്നുണ്ട്. ആദ്യം നമ്മൾ ഗ്രേ മാറ്ററിനെ കുറിച്ച് മനസ്സിലാക്കണം. അതായത് തലച്ചോറിലെ ചിന്തയെയും ബിഹേവിയറേയും ഇമോഷനും പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന തലച്ചോറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഗ്രേ മാറ്റർ. തുടർച്ചയായിക്കൊണ്ട് നമ്മൾ ഈ സ്ക്രീൻ ടൈം ഉപയോഗിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഈ ഗ്രേ മാറ്ററിന് ഗുരുതരമായ വലിപ്പക്കുറവ് സംഭവിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് എന്താണ്? വളരെ ഇമോഷണലായിട്ട് സംസാരിക്കുക, ആങ്സൈറ്റി വരിക, മൂഡ് സിക്നെസ് വരിക, ചിന്തിക്കാനുള്ള ശേഷി പോലും പതിയെ പതിയെ നഷ്ടപ്പെടുന്നൊരവസ്ഥ. നമ്മൾ തന്നെ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കുക. നമ്മുടെ അവസ്ഥ ഇതിന് മുമ്പത്തെ മൊബൈലായിട്ട് ഒരു ദിവസം സ്ക്രീൻ ടൈം എത്രയുണ്ട്? ഒരു ദിവസം ഉപയോഗിച്ച് പെട്ടെന്ന് മനസ്സിലാവില്ല. നമുക്ക് ഇന്നത്തെ മൊബൈൽ ഫോണിലൊക്കെ ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞാൽ എത്രയാണ് ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രീൻ ടൈം എന്ന് വ്യക്തമായിട്ട് അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറയണത് 1 വീക്ക് നിങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഹാഫായിട്ട് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായ വ്യത്യാസം നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസിലും, നമ്മുടെ ചിന്തയിലും, നമ്മൾ തന്നെ ചിലപ്പോൾ പരസ്പരം പറയാറില്ലേ, ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഒന്നും വായിക്കാനോ അല്ലെങ്കിൽ ഒന്നും ആലോചിക്കാനുള്ള ഒരു ശേഷി പോലും ഇല്ലാത്തൊരവസ്ഥയാണെന്നുള്ള അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. വെറുതെ വാട്സപ്പും ഫേസ്ബുക്കും ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന രൂപത്തിൽ ഗുരുതരമായിട്ട് അത് നമ്മൾ അറിയാതെ തന്നെ സ്ക്രീൻ ടൈം കൃത്യമായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതാണ്. രണ്ടാമത്തെ കാര്യമാണ് വെള്ളം കുടിയുടെ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ തലച്ചോറിൽ 75% വാട്ടറാണ്. അപ്പോൾ എല്ലാ വീഡിയോയും ഞാൻ പറഞ്ഞാൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് അനുസരിച്ച് 20 kgക്ക് 1 ലിറ്റർ നിർബന്ധമായിട്ടും നമ്മൾ വെള്ളം കുടിക്കേണ്ടതാണ്. ഡീഹൈഡ്രേഷൻ സംഭവിക്കുമ്പോൾ അറിയാതെ അത് ബ്രെയിനിൻ്റെ ആരോഗ്യത്തെ ഗുരുതരമായിട്ട് അത് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്നത്തെ ഫാസ്റ്റ് ഫുഡായിട്ടുള്ള ജങ്ക് ഫുഡ്, ബർഗർ, പിസ്സ. ഇപ്പോഴത്തെ റിസർച്ച് അനുസരിച്ച് അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് തലച്ചോറിനൊരു കവറിങ് ആണ്, ഫോഗ് പോലെ. ഇപ്പോൾ വണ്ടി ഫോഗ് വരുന്ന സമയത്ത് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റാറുണ്ടോ? അപ്പോൾ അത്ര കണ്ട് തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കുന്നുണ്ട്. ഈ ഒരു റിസർച്ചിൻ്റെ ഫലമായിട്ട് തന്നെ CBSE സ്കൂളുകളിലൊക്കെ 10ാം ക്ലാസ് വരെ അല്ലെങ്കിൽ അപ്പം നിർബന്ധമായിക്കൊണ്ടും ക്യാൻറ്റീനുകളിൽ ജങ്ക് ഫുഡ് പൂർണ്ണമായിട്ടും നിരോധിച്ചുകൊണ്ട് സെൻട്രൽ ഹെൽത്ത് മിനിസ്ട്രി ഓർഡർ ഇട്ടിരുന്നു. ഇതിൻ്റെ കാരണം എന്താണ്? തുടർച്ചയായിട്ടുള്ള ഐസിമാരുടെ പഠനങ്ങൾ ഈ പറഞ്ഞ ജങ്ക് ഫുഡ് ഗുരുതരമായിട്ട് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നതായിട്ട് പല പല രാജ്യങ്ങളിൽ നിന്നുള്ള റിസർച്ച് പറയുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തീരുമാനം. ഈ പറഞ്ഞ കാര്യം ജങ്ക് ഫുഡൊക്കെ വളരെ റയറായിട്ട് ഉപയോഗിക്കാം, വൺസ് ഇൻ മന്തൊക്കെ ഉപയോഗിക്കാം, അല്ലെ 1-2 മന്ത്, അല്ലെ വൺസ് ഇൻ 2-3 പ്രാവശ്യമൊക്കെ ഉപയോഗിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ലൈഫ് ആകെ മാറിയിരിക്കുകയാണ്. ഡെയിലി ജങ്ക് ഫുഡ് കഴിക്കുന്ന രൂപത്തിലാണ്. അതിന് ഏറ്റവും വില്ലൻ എന്താണ്? സോഷ്യൽ മീഡിയ തന്നെയാണ്. ഒരു റീല് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തൊട്ടുടനെ വണ്ടി എടുത്തിട്ട് എല്ലാവരും ആ ഭാഗത്തേക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം. അവിടെ എന്താണ് ഫുഡ്? നാച്ചുറലായിട്ട് ഫുഡാണെങ്കിൽ പോലും കുഴപ്പമില്ല. പിന്നെ ഇതിൽ ഗുരുതരമായിട്ടൊന്ന് MSGയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അറിയാൻ പറ്റുന്ന മോണോ സോഡിയം ഗ്ലൂട്ടാമേറ്റ്, അതായത് അജിനാമോട്ടോ നമ്മൾ അറിയാതെ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ചിപ്സിലും പലയിടത്തും പല ഫുഡിലും ഉപയോഗിക്കുന്നുണ്ട്. കാരണം അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ടേസ്റ്റ് ബഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ചെറിയൊരു ടേസ്റ്റുള്ള ഫുഡ് പോലും നമുക്ക് വളരെയധികം ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയും തുടർച്ചയായി നമ്മൾ ആ റെസ്റ്റോറൻറ്റ് പോകാനുള്ള ഒരു അവസരം ഉണ്ടാവും. ഈ പറഞ്ഞ സാധനം ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അത് നമ്മുടെ തലച്ചോറിന് നോർമലായിട്ട് കൊടുക്കുന്നതിന് പകരം തുടർച്ചയായിട്ട് ഈ പറഞ്ഞ സ്റ്റിമുലേഷൻ കാര്യങ്ങൾ വരുമ്പോൾ അത് സെൽസിനെ ഡെത്ത് ആവാനുള്ള കാരണമുണ്ട്. അതും ഈ പറഞ്ഞ ബ്രെയിൻ്റെ ആരോഗ്യത്തിൻ്റെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു കാരണമായിട്ട് പറയാറുണ്ട്. അതുപോലെ ഹൈ ഫാറ്റ് കണ്ടൻറ്റുള്ള ഡയറി പ്രൊഡക്റ്റ്, ഇത് നേരത്തെ പറഞ്ഞതുപോലെ തലച്ചോറിൽ എന്താണിത്? ഒരു ഫോഗ് പോലെ ഒരു ലെയറായിട്ട് വന്ന് ഫാറ്റ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ബ്ലോക്ക് ആവാറുണ്ട്. പിന്നീടുള്ള ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ അറിയാതെ കെയർ ചെയ്യാതെ വന്ന വേറൊരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഉറക്കമാണ്. വളരെ വൈകിട്ടുള്ള ഉറക്കം, വൈകിട്ടുള്ള എഴുന്നേൽക്കും അത് തലച്ചോറിനെ ഗുരുതരമാണ്. കാരണം എന്താണ്? അത് തലച്ചോറിൻ്റെ ആക്ടിവിറ്റീസിനെ പൂർണ്ണമായിട്ടും നേരെ ഓപ്പോസിറ്റായിട്ടാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന രീതി. കുട്ടികളിലായാലും മുതിർന്നവരിലായാലും ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ഈക്വൽ ടു ബ്രെയിൻ ഫുഡ് എന്നാണ് പറയാറുള്ളത്. പണ്ടൊക്കെ അത് തുടർച്ചയായിട്ട് പറഞ്ഞു. ഇപ്പോഴത്തെ കാലത്ത് അത് ലൈഫൊക്കെ ഡിസോർഡർ ആയതോടുകൂടി തന്നെ അത്രയും ടേം പോലെ അവിടെ ഉപയോഗിക്കില്ല. കാരണം എന്താണ്? ആരും അത്ര ഇമ്പോർട്ടൻറ്റ് ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കാറില്ല.
കൃത്യമായ രൂപത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത വ്യക്തികളിൽ വളരെ രസകരമായ കാര്യമാണ്, നമ്മൾ ഇതൊരിക്കലും ആലോചിക്കാത്തൊരു കാര്യമാണ്. കൃത്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ തടിയുള്ളവരായി മാറുന്നത്. കാരണം ആ സമയത്ത് സ്കിപ്പ് ചെയ്യും, പിന്നീട് ബോഡിക്ക് ഓവറായിട്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ള മെസ്സേജ് കൊടുക്കുകയും ചെയ്യും. പിന്നീട് അത് ഒബേസിറ്റിയിലേക്കും ഡയബറ്റിക്കിലേക്കും പോകും. കാരണം എന്താണ്, ബോഡി ഇൻസുലിൻ റെസിസ്റ്റ് ആയി. ഇപ്പോൾ ഡയബറ്റിക്കിൻ്റെയും ഈ പറയുന്ന ഒബേസിറ്റിയുടെയും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് എന്ത്, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക. അതാണ് ബ്രെയിനിൻ്റെ ഡാമേജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ. കാരണം കൃത്യമായ എനർജി ബോഡിക്ക് ബ്രെയിൻ വർക്ക് ചെയ്യാൻ കിട്ടില്ല. കൃത്യമായ ചിന്തയിലും ചിന്താശേഷിയിലും അത് ഗുരുതരമായിട്ട് ബാധിക്കും. നമ്മുടെ മക്കളുടെ കാര്യം എടുത്ത് നോക്കിയേ, വളരെ വൈകിട്ട് എഴുന്നേറ്റ് സ്കൂളിൽ പോകുന്ന കുട്ടികളെയും നേരത്തെ എഴുന്നേൽപ്പിച്ചതിന് ശേഷം നിങ്ങളൊരു 2 വീക്സ് കമ്പയർ ചെയ്താൽ മതി, നിങ്ങൾക്ക് അതിൻ്റെ ചേഞ്ചസ് വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം പഠനങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം, കുട്ടികളുടെ ടോട്ടൽ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. മേൽപ്പറഞ്ഞ നമ്മൾ നിസ്സാരമായിട്ട് കരുതുന്ന കാര്യങ്ങളാണ് നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യത്തെ ഗുരുതരമായിട്ട് ബാധിക്കുന്നത്. ഈ പറഞ്ഞ നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു 5 ഭക്ഷണങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഡാർക്ക് ചോക്ലേറ്റ് നേരത്തെ പറഞ്ഞ ആൻറ്റി ഓക്സിഡൻറ്റ് ഹൈ റിച്ച് ആണ്. നമ്മുടെ ബ്രെയിനിൻ്റെ സെൽസിനെ ഡെവലപ്മെൻറ്റിനെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ ഡ്രൈ ഫ്രൂട്ടിലാണ് വാൽനട്ട് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഡ്രൈ ഫ്രൂട്ടാണ്. കാരണം ഒരു ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും, ഓയിലിൻ്റെ ചെറിയൊരു ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് അത് ഹണിയിലിട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ എൻജോയ് ചെയ്ത് കഴിക്കും. മൂന്നാമത്തത് ഫിഷാണ്. നാലാമത്തത് ബെറീസാണ്. നമ്മളിപ്പോൾ സ്നാക്സ് ടൈമിലൊക്കെ ബെറീസും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്പേഴ്സ് കുറച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളെ ഹെൽത്ത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഈ ബേക്കറി ഐറ്റംസിന് പകരമായിക്കൊണ്ട് നേരത്തെ പറഞ്ഞ ബേക്കറി ഐറ്റംസൊക്കെ അൺഹെൽത്തി ഫാറ്റഡ് റിച്ച് ആണ്. അത് ഡയറക്റ്റ് ഈ പറഞ്ഞ ബ്രെയിനിൻ്റെ ഡാമേജിന് കാരണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഡയറ്റിന് പകരമായിക്കൊണ്ട് ഗീ, ശുദ്ധമായ പശു നെയ്യ് കൊടുക്കുകയാണെങ്കിൽ അത് തലച്ചോറിൻ്റെ വളർച്ചയെ വളരെയധികം സഹായിക്കാറുണ്ട്. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ഫുഡ് നമ്മുടെ ജീവിതത്തിലും ഉൾപ്പെടുത്തുകയാണെങ്കിൽ ടോട്ടലി ചേഞ്ച് ചെയ്തുകൊണ്ട് വളരെ ഹെൽത്തി ആയിക്കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവ് ആയിക്കൊണ്ട് തന്നെ നമുക്ക് ഇടപെട്ടുകൊണ്ട് നമുക്ക് അതിൻ്റെ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നതാണ്. ഈ പറഞ്ഞ രൂപം നമ്മുടെ ഭക്ഷണത്തിൽ ക്രമീകരണങ്ങൾ വരുത്തുകയും ജീവിതത്തിൽ ഈ പറഞ്ഞ രൂപത്തിൽ ഉറക്കും കാര്യങ്ങളും കൃത്യമായിട്ടും കൊണ്ടു നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിഫറൻസും അതിൻ്റെ ഹെൽത്തും നമുക്ക് വ്യത്യസ്തമായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഫിസിക്കൽ ആക്ടിവിറ്റി. ശാരീരികമായിട്ട് ആക്റ്റീവ്, ഇൻഡോർ അല്ല ഔട്ട്ഡോർ. തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏറ്റവും പ്രിഫർ ചെയ്യണത് സൈക്ലിംഗ് ആണ്. സൈക്ലിംഗ് ചെയ്യുമ്പോൾ ഓൾ ബോഡി എന്ത് ചെയ്യും, ചേഞ്ചസ് വരും. അതുപോലെ എല്ലാ ഭാഗങ്ങളിലേക്കും ബ്ലഡ് സർക്കുലേഷൻ ബോഡിയിൽ എത്തുകയും ചെയ്യും. രണ്ടാമത്തെ ഒരു കാര്യമാണ് പുറത്തുള്ള കാഴ്ചകൾ. നമ്മുടെ യാത്രയോടൊപ്പം തന്നെ ടോട്ടൽ ചേഞ്ചസ് വരുകയും തലച്ചോർ റിഫ്രഷ്ഡ് മോഡിലേക്ക് കിട്ടുകയും ചെയ്യുന്നതായിട്ട് പഠനങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ രൂപത്തിൽ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസോടൊപ്പം തന്നെ നമ്മുടെ ഭക്ഷണ ക്രമീകരണം, അതോടൊപ്പം തന്നെ നമ്മുടെ ദിനചര്യ, ഉറക്കവും കാര്യങ്ങളും ക്രമീകരിക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി തലച്ചോറായിക്കൊണ്ടുള്ള തലച്ചോറിന് നമുക്ക് മറ്റുള്ള മൈൻഡിന് നിർബന്ധമായിട്ടും എക്സസൈസ് നിർബന്ധമാണ്. കാരണം നമ്മുടെ ബോഡിക്ക് എക്സസൈസ് നിർബന്ധമുള്ളതുപോലെ തന്നെ തലച്ചോറിനും വ്യത്യസ്തമായ എക്സസൈസ് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഓരോ വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, എനിക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റില്ല, കോമൺ ആയിട്ട് മാത്രമേ ഇവിടെ നിന്ന് പറയാൻ പറ്റുള്ളൂ, വ്യക്തികളെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് അവരുടെ ഹോബി അനുസരിച്ച് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അത് തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം ഉപകാരപ്പെടും. കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പസിൽസ്. നമ്മുടെ ന്യൂസ് പേപ്പർ, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിനൊക്കെ സൈഡിൽ ഇങ്ങനെ കോണിൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ അതിൻ്റെ ആപ്പ് ഉണ്ട്, മൊബൈൽ അതിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. അത് ചെയ്യുകയാണെങ്കിൽ ബ്രെയിൻ ഗ്രോത്ത് വളരെയധികം മെച്ചപ്പെടും. അതുപോലെ തന്നെയാണ് പുതിയ കാര്യങ്ങൾ പഠിക്കുക, ന്യൂ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, പുതിയ ഭാഷകൾ പഠിക്കുക. അത് തലച്ചോറിന് നന്നായിട്ട് ഡെവലപ്പ്, ഉറങ്ങിക്കിടക്കുന്ന തലച്ചോറിനെ കൂടുതൽ റെജുവിനേറ്റ് ചെയ്യും. ഈ 2 കാര്യങ്ങൾ നോർമലി നമ്മൾ ജനറലായിട്ട് കോമൺ ആയിട്ട് എല്ലാവർക്കും ബ്രെയിൻ എക്സസൈസ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഓരോ പേഴ്സണെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് തന്നെ കൂടുതൽ സെർച്ച് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിറ്റി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഏജ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അത് ഏതാണ് സെലക്ട് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ജീവിത നിലവാരത്തിൽ ടോട്ടൽ ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യും. മേൽപ്പറഞ്ഞ രൂപത്തിൽ നമ്മുടെ ആ ഡയറ്റിലും ഹാബിറ്റും ഭക്ഷണ രീതികളും ക്രമീകരിക്കുകയാണെങ്കിൽ നമ്മുടെ തലച്ചോറിനുണ്ടാവുന്ന ഡാമേജ് പരിഹരിച്ചുകൊണ്ട് റിജുവിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ തലച്ചോറിനെ കൂടുതൽ ഹെൽത്തി ആക്കി മാറ്റുവാൻ നമുക്ക് സഹായകരമാവുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം നേരിട്ട് ഫീൽ ചെയ്യാവുന്നതാണ്. മേൽപ്പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി മറ്റൊരു വിഷയവുമായിട്ട് കാണാം. നന്ദി.